ഇന്നത്തെ അറിയിപ്പുകൾ. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനിൽ സ്വയം രേഖപ്പെടുത്താൻ അവസരം. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താം. ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താൻ അവസരം ലഭിക്കുക. se.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുക്കുക. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശേഷം ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ പറ്റില്ല. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CBSE സ്കൂളുകളിൽ 9-10 ക്ലാസുകളിലെ ഭാഷാ പഠനത്തിന് വൻ പരിഷ്കാരങ്ങളുമായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2026-27 അധ്യയന വർഷം മുതൽ 9-10 ക്ലാസുകളിൽ 3 ഭാഷകളുടെ പഠനം നിർബന്ധമാക്കിക്കൊണ്ട് ബോർഡ് പുതിയ സർക്കുലർ പുറത്തിറക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായാണ് ഈ മാറ്റം. 2026 ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. പുതിയ പരിഷ്കാര പ്രകാരം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന 3 ഭാഷകളിൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകളായിരിക്കണം. വിദേശ ഭാഷ പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റ് 2 ഭാഷകൾ ഇന്ത്യൻ ഭാഷകളാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ അത് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ വിദേശ ഭാഷ 4ാമതൊരു അധിക ഭാഷയായി പഠിക്കാവുന്നതാണ്. ഏപ്രിൽ മാസം തന്നെ ഈ അധ്യയന വർഷം ആരംഭിച്ചതിനാൽ താൽക്കാലികമായ ചില ക്രമീകരണങ്ങളോടെയായിരിക്കും പരിഷ്കാരം നടപ്പിലാക്കുക. ഇന്ത്യൻ ഭാഷകൾ പഠിപ്പിക്കാൻ യോഗ്യരായ അധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ സ്കൂളുകൾക്ക് താൽക്കാലിക ഇളവുകളും അനുവദിച്ചിട്ടുണ്ട്. സ്കൂളുകൾ തമ്മിൽ അധ്യാപകരെ പങ്കിടുക, ഹൈബ്രിഡ് ക്ലാസുകൾ നൽകുക, വിരമിച്ച അധ്യാപകരെയും തത്തുല്യ യോഗ്യതയുള്ള PG ബിരുദധാരികളെയും നിയമിക്കുക തുടങ്ങിയ മാർഗങ്ങൾ സ്കൂളുകൾക്ക് സ്വീകരിക്കാം. ഇതിനായുള്ള 19 ഇന്ത്യൻ ഭാഷകളിലെ 6ാം ക്ലാസ് പുസ്തകങ്ങൾ ജൂലൈ 1 മുൻപ് സ്കൂളുകളിൽ ലഭ്യമാക്കുമെന്നും CBSE അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലേറുകയാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റു മന്ത്രിമാരും അന്നേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖർക്കും ക്ഷണമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് BJP MLA-മാരും എത്തും. ചടങ്ങിൽ പങ്കെടുക്കാൻ VD സതീശൻ ക്ഷണിച്ചതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. 10,000-ഓളം പേർക്ക് ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. 1 ലക്ഷത്തോളം പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകളും സ്ഥാപിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മന്ത്രിമാർ ലോക്ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. സത്യപ്രതിജ്ഞാ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. ചെന്നിത്തലയുമായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിന്റെ പൂർണ്ണ ചിത്രം നാളെ അറിയാം. ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആവശ്യം അംഗീകരിച്ചതായി റിപ്പോർട്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യത്തിൽ സമവായമായെന്നാണ് വിവരം.
വിജിലൻസ് വകുപ്പും ചെന്നിത്തലയ്ക്ക് നൽകിയേക്കും. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. തന്റെ വിശ്വസ്തരായുള്ള 4 പേരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ചെന്നിത്തലയെ വസതിയിലെത്തി സന്ദർശിച്ചു. അതേസമയം വി.ഡി. സർക്കാരിൽ ആരൊക്കെ മന്ത്രിയാകുമെന്ന വ്യക്തമായ ചിത്രം നാളെ ലഭിക്കും. 5 മന്ത്രിസ്ഥാനം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. കെ. മുരളീധരൻ, പി.സി. വിശ്വനാഥ്, ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും മന്ത്രിസ്ഥാനത്തുണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.